നമുക്കേ വളരെ എളുപ്പത്തിലൊരു മോരൊന്ന് കാച്ചിയാലോ? തൈര് ഞാൻ എന്താണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ്, അത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഒരു സവാള, ചെറിയൊരു സവാള, ഒരു ചെറിയ തക്കാളിയെ. അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാനൊരു മീഡിയം സൈസ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പുളിയുള്ളതാണെങ്കിൽ നിങ്ങളൊരു ചെറിയ തക്കാളി എടുത്താൽ മതി കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ചെറിയുള്ളി, ജീരകം, ഇത് വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കടുക്, ഇത്ര മതി. നോക്കിയേ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് ചുമന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതും ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം മതി കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതും ഒന്ന് മൂത്ത് തുടങ്ങുമ്പം നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ 3-4 വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കും. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് സവോളയാണ്. കണ്ടോ, ഒരു സവോള. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഇച്ചിരി കൂടെ ഇടാം, തൈരിനല്ലേ, മതി. മതി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാവേ. മീഡിയം സൈസ് തക്കാളി. പുളി കുറവായ തൈരായതുകൊണ്ടാണ് മീഡിയം സൈസ് എടുത്താൽ കേട്ടോ. തൈരിന് പുളി ഉണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി മതി കേട്ടോ, ആ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി മാത്രം. കൂടുതൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാവരും എന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നതിന് അങ്ങനെ പറയരുതേന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. വേഗം പറയുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്ന കേട്ടോ. ഇനി ഇതൊന്നേ കുറച്ചൊന്ന് വാടിക്കോട്ടെ. നല്ലപോലെ വഴന്ന് അങ്ങനെയൊന്നും പോകണ്ട കേട്ടോ, കുറച്ചൊന്ന് വാടിയാൽ മതി. അങ്ങനെ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വാടി പോരുത്. ഇനി നമുക്ക് തൈര്, നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാവേ. അതൊഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് വെള്ളവും കൂടെ വേണം. നിങ്ങൾക്ക് എത്രത്തോളം നീളം വേണം അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. തിളച്ച് പോരുത്, ഇളക്കി ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. നല്ല അടിപൊളിയൊരു മോര് കൂട്ടാൻ റെഡി. നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കരുത്. കുഞ്ഞായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. നോക്കിയേ, നമ്മൾക്ക് നല്ല രസമുണ്ട്. സൂപ്പർ കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കിയേ, ഉപ്പും പുളിയൊക്കെ പാകം. സൂപ്പറാ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.